ഇൻ്റഗ്രേഷൻ്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ 81ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 81. ഇൻ്റഗ്രൽ ഓഫ് cot x dx. Integral of cot x dx. Integral of cot x dx. Cot x നമ്മൾ cos x by sin x dx എഴുതാം. cot x cos x by sin x എഴുതാം. ഒരു സൈന് പുട്ട് ചെയ്യാം. പുട്ട് sin x is equal to t. ഡിനോമിനേറ്ററിൽ sin x ന് t പുട്ട് ചെയ്യാം. അതിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ sin x ഡെറിവേറ്റീവ് cos x dx dt is equal to integral of cos x dx എന്ന് പറഞ്ഞാൽ dt by sin x എന്ന് പറഞ്ഞാൽ t dt by t. dt by t എന്നാൽ 1 by t. dt by t എന്നാൽ 1 by t. 1 by t എന്നാൽ ലോഗ് മോഡ് t. 1 by t ൻ്റെ ഇൻ്റഗ്രൽ ഇത് 1 by t എന്നാണ്. 1 by t ൻ്റെ 1 by x ലോഗ് മോഡ് x. അപ്പോൾ 1 by t ലോഗ് മോഡ് t പ്ലസ് സി. ലോഗ് മോഡ് t പ്ലസ് സി. ഇപ്പോൾ ലോഗ് മോഡ് t സൈൻ എക്സ്. ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇതാണ് കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ്. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി എന്നാണ്. ഒന്നുകൂടി കോട്ടെക്സിന് നമ്മൾ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. എന്നിട്ട് സൈൻ എക്സിന് പുട്ട് ചെയ്യുക. സൈൻ എക്സിന് പുട്ട് ചെയ്താൽ സൈനിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ സൈൻ എക്സിന് ഡെറിവേറ്റീവ് കോസ് എക്സ്. കോസ് എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി. ഇതിൻ്റെ ന്യൂമറേറ്ററിൽ കോസ് എക്സ് ഡി എക്സ് ആണ്. ഇപ്പോൾ കോസ് എക്സ് ഡി എക്സ് ഡി ടി ആണ്. ഡി ടി ബൈ സൈൻ എക്സ് എന്ന് ടി ആണ്. ഇപ്പോൾ ഡി ടി ബൈ ടി. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ 1 ബൈ ടി. 1 ബൈ ടി അല്ലെങ്കിൽ 1 ബൈ എക്സ്. 1 ബൈ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ്. 1 ബൈ ടീൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് ടി പ്ലസ് സി. ടീൻ്റെ വില കൊടുക്കുക സൈൻ എക്സ്. ലോഗ് മോഡ് സൈൻ എക്സ്. ഈ റിസൾട്ട് നമുക്ക് വൈകാട്ടാക്കേണ്ടതാണ്. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ്. ടാൻ എക്സിൻ്റെ കഴിഞ്ഞ ദിവസം പഠിച്ചത് ലോഗ് മോഡ് സീക്ക് എക്സ്. കോട്ടെക്സിൻ്റെ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. നമ്മൾ ചെയ്യാൻ പോകുന്നത് 82. ക്വസ്റ്റ്യൻ നമ്പർ 82. ഇൻ്റഗ്രൽ സീക്ക് എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണുന്ന സമയത്ത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഗുണിക്കുക. ഡി എക്സ്. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഗുണിക്കുക. ബ്രേക്കറ്റ് മാറ്റിയ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് dx divided by sec x plus tan x. ഇനി ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്ററിലെ sec x പ്ലസ് ടാൻ എക്സിന് ടി എന്ന് പുട്ട് ചെയ്യുക. sec x പ്ലസ് ടാൻ എക്സിന് ടി എന്ന് പുട്ട് ചെയ്യുക. ഒരു ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ sec എക്സിൻ്റെ sec x ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇനി ഇവിടെ വരിക. ഇതിന് ന്യൂമറേറ്ററിൽ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്നാണ്. സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ആണ് ന്യൂമറേറ്ററുള്ളത്. ഈ സീക്വൽ ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ബൈ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന് ടി ഡി ടി ബൈ ടി എന്നായി. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് 1 ബൈ ടി എന്നാണ്. 1 ബൈ ടി എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടി എന്നാണ്. അപ്പോൾ ആൻസറായി ഡി ടി ബൈ ടി. ഡി ടി ബൈ ടി എന്ന് 1 ബൈ ടി ഡി ടി. 1 ബൈ ടി 1 ബൈ എക്സ് ലോഗ് മോഡ് എക്സ്. 1 ബൈ ടി എന്ന് പറയുമ്പോൾ ലോഗ് മോഡ് ടി. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഒന്നുകൂടി നോക്കുക. സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണുന്നതിന് നമ്മൾ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഗുണിക്കണം. സീക്ക് എക്സിൻ്റെ എവിടെയെങ്കിലും ഇൻ്റഗ്രേഷൻ കാണാൻ വന്നാൽ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് വൈകാട്ടാക്കേണ്ടതുണ്ട്. എന്തായാലും സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഗുണിക്കുക.
അങ്ങനെ ഗുണിച്ചതിന് ശേഷം ബ്രാക്കറ്റ് മാറ്റുക. സീക്കും ഗുണിച്ചാൽ സീക്ക് സ്ക്വയർ എക്സ്, സീക്കും ടാനും ഗുണിച്ചാൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഡിനോമിനേറ്ററിലെ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സിന് ടീന്ന് കൊടുക്കുക. അങ്ങനെ പുട്ട് ചെയ്താൽ ഉടനെ ഡിഫറൻസിയേഷൻ നടത്തണം. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ആണ്. ബ്രാക്കറ്റ് ഇടുക, പിന്നെ ഒരു ഡി എക്സ് കൂടെ ഒരു ഡി ടി ഇടുക. ഇങ്ങോട്ട് വരിക, ഇവിടെ ന്യൂമറേറ്റർ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. അത് തന്നെ അവിടെ ഉള്ളത് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്നാണ്, ഡി ടി ആണ്. ഇപ്പോൾ ന്യൂമറേറ്റർ കംപ്ലീറ്റ് ഡി ടി എന്നായി. ഡി ടി ബൈ ടി, ഇത് ടി ആണ്, സീക്ക് എക്സ്പാൻസ് ടി ആണ്. ഇപ്പോൾ ഡി ടി ബൈ ടി എന്നാണ്. ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ 1/t എന്നാണ്. 1/x ലോഗ് മോഡ് എക്സ് പോലെ 1/t ലോഗ് മോഡ് ടി പ്ലസ് സി. ടീൻ്റെ വില സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആയതുകൊണ്ട് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്, ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്നാണ്. സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ, സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി എന്നാണ് സീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ. റിസൾട്ട് നമുക്ക് ആവശ്യമുണ്ട്. ടാൻ എക്സിൻ്റെ ലോഗ് മോഡ് സീക്ക് എക്സ്, കോട്ടെക്സിൻ്റെ ലോഗ് മോഡ് സൈൻ എക്സ്, സീക്ക് എക്സിൻ്റെ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊസീക്ക് എക്സിൻ്റെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 83 കൊസീക്ക് എക്സ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ നമ്മൾ ചെയ്യുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് ഗുണിക്കുക. കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഗുണിക്കുക. സീക്ക് എക്സ് നമ്മൾ ചെയ്തത് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്റർ ഗുണിക്കുക. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട്. കൊസീക്ക് ആകുമ്പോൾ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഗുണിക്കുക. ബ്രാക്കറ്റ് മാറ്റിയാൽ മോളും ബ്രാക്കറ്റ് മാറ്റുകയാണ്. കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ബൈ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. അത് ബ്രാക്കറ്റ് മാറ്റുക. പിന്നെ ഡിനോമിനേറ്ററിൽ എന്താ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സിന് ടീന്ന് പുട്ട് ചെയ്യാം. കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സിന് പുട്ട് ചെയ്യാം. ഞാൻ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് മൈനസ് കോട്ടെക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി എന്ന്. ഇത് പ്ലസ് ആവും. ഒരു മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ആയി. ഈ കൊസീക്ക് സ്ക്വയർ ആദ്യം എഴുതിയാൽ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഡി ടി തന്നെ ഇവിടെ വന്നു. ന്യൂമറേറ്റർ നോക്കിയാൽ ഉണ്ടോ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് തന്നെയാണ് വന്നത്. കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാം ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി എന്നായി. ഡി ടി ബൈ ഇത് ടി ആണ്. കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് എന്നാൽ ഡി ടി ബൈ ടി 1/t എന്നായി. 1/x ലോഗ് മോഡ് എക്സ് പോലെ 1/t ലോഗ് മോഡ് ടി പ്ലസ് സി ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. ഇപ്പോൾ കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് മുകളിലായി ഗുണിക്കാം. സീക്ക് ആകുമ്പോൾ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് കൊണ്ട് മുകളിലായി ഗുണിക്കുന്ന മാതിരി കൊസീക്ക് എക്സ് ആകുമ്പോൾ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഗുണിക്കാം. നമ്മളൊന്ന് ബ്രാക്കറ്റ് മാറ്റി കൊസീക്കും കൊസീക്കും ഗുണിച്ചാൽ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്കും കോട്ടും ഗുണിച്ചാൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് പിന്നെ ഡിനോമിനേറ്ററിൽ കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സ്. അങ്ങനെ നടത്തിയതിന് ശേഷം നമ്മൾ ഈ ഡിനോമിനേറ്ററിൻ്റെ ഉള്ള കൊസീക്ക് എക്സ് മൈനസ് കോട്ടെക്സിന് ടീന്ന് കൊടുക്കുക. അങ്ങനെ ടീന്ന് പുട്ട് ചെയ്താൽ ഉടനെ ഡിഫറൻസിയേഷൻ നടത്തണം. കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് നമുക്കറിയാം. മൈനസ് ഇടുക. കോട്ടെക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണെന്നറിയാം. ഡി എക്സ് ഡി ടി എന്ന് എഴുതുക. ഈ രണ്ട് മൈനസ് പ്ലസ് ആക്കി. അപ്പോൾ മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് പ്ലസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡി ടി ആയി. കൊസീക്ക് സ്ക്വയർ വേണമെന്ന് ആദ്യം എഴുതിയാൽ കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ് ഡി എക്സ് ഡി ടി എന്നായി.
നമ്മൾ ചെയ്ത് വെച്ചതിന് സ്മോൾ എന്താണ് കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ഡി എക്സ് എന്നാണ്. ഇപ്പോൾ മൊത്തം ഡി ടി ആയി. ഡി ടി ബൈ ഇത് ടി ആണ്. കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ടി ആണ്. അപ്പോൾ ഡി ടി ബൈ ടി എന്നായി. 1/x ഡി എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1/x ലോഗ് മോഡ് എക്സ് പോലെ ഡി ടി ബൈ ടി എന്ന് പറഞ്ഞാൽ 1/t ആണ്. 1/tന് എന്തെങ്കിലും ലോഗ് മോഡ് ടി പ്ലസ് സി ടീൻ്റെ വില കൊടുക്കുക കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്. അപ്പോൾ കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു അറിയാം? ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്. ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇതാണ് കൊസീക്ക് എക്സിൻ്റെ ഇൻ്റഗ്രൽ. ലോഗ് മോഡ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ടാനിൻ്റെ അതേപോലെ കോട്ടിൻ്റെ സീക്കിൻ്റെ കൊസീക്കിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ആവശ്യമുണ്ട്, റിസൾട്ട് ആവശ്യമുണ്ട്. ഇത് ഇങ്ങനെ ചെയ്ത് പഠിക്കുകയും വേണം. പ്രോബ്ലം ചെയ്യാനും പഠിക്കുക, റിസൾട്ടും പയ്യാടാക്കും. ക്വസ്റ്റ്യൻ നമ്പർ 84 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 84. ക്വസ്റ്റ്യൻ നമ്പർ 84 ആണ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ ഓഫ് 4x + 2 സ്ക്വയർ റൂട്ട് ഓഫ് x² + x + 1 x² + x + 1 dx. അപ്പോൾ നമ്മൾ റൂട്ടിനുള്ളിൽ ഡിനോമിനേറ്റർ വരുമ്പോൾ പരമായിട്ട് ഡിനോമിനേറ്ററാണ് പുട്ട് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ റൂട്ടിനുള്ളിലാണ് പുട്ട് ചെയ്യാൻ നോക്കുക. കാരണം പുട്ട് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് അവിടെ വേണം. അപ്പോൾ ഇവിടെ x² + x + 1 പുട്ട് ചെയ്യാം. ടീന്ന് പുട്ട് ചെയ്യാം. ഇനി ഡിഫറൻസിയേഷൻ നടത്തണം. പുട്ട് ചെയ്ത ഉടനെ ഡിഫറൻസിയേഷൻ നടത്തണം. അപ്പോൾ പിന്നെ x² ഡെറിവേറ്റീവ് 2x, എക്സിന് ഡെറിവേറ്റീവ് 1, 1ന് ഡെറിവേറ്റീവ് 0, dx = dt. അപ്പോൾ 2x + 1 dx dt ആയി. 2x + 1 dx = dt എന്നാണ് കിട്ടിയത്. ഇവിടെ നമുക്കൊരു 2 കൂടെ പുറത്തെടുക്കാം. 4x + 2 എന്നൊരു 2 കൂടെ പുറത്തെടുത്താൽ ഇവിടെ 2x + 1 എന്നാവും. 2x + 1 × റൂട്ട് ഓഫ് x² + x + 1 dx. 2 കൂടെ പുറത്തേക്ക് 2 × x + 2 2 × x + 1 ആ 2 നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് കൂടെ എടുക്കാമല്ലോ. ഇപ്പോൾ 2 × 2x + 1 ഗുണിച്ചാൽ 2 × 2x 4x, 2 × 1 2. കറക്റ്റാണ്. ഈ 2x + 1 dx വേണമെന്ന് അടുത്തടുത്തേക്ക് എഴുതിയാൽ 2 × ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് x² + x + 1 × 2x + 1 dx = 2 × ഇൻ്റഗ്രൽ ഇത് ടി ആണ്. x² + x + 1 റൂട്ട് ടി × 2x + 1 dx dt ആണ് അല്ലേ. 2x + 1 dx = dt എന്നായി. റൂട്ട് ടി dt എന്നായി. ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ t⁻⁴ ആണ്. t⁻⁴ ഇൻ്റഗ്രൽ 1/2 + 1 t⁻³ / 3/2 എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തങ്ങനെ പോകാം. ഒന്നുകൂടി 4x + 2 × റൂട്ട് ഓഫ് x² + x + 1 എന്നാണ് ക്വസ്റ്റ്യൻ. റൂട്ടിനുള്ളിൽ x² + x + 1 ടീന്ന് പുട്ട് ചെയ്ത് ഇനി ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ x² ഡെറിവേറ്റീവ് x, എക്സിന് ഡെറിവേറ്റീവ് 1, 1ന് ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെ ബ്രാക്കറ്റ് ഇട്ടിട്ട് dx = ഈ സൈഡിൽ dxഉം ആ സൈഡിൽ dt ഇടുക. അപ്പോൾ 2x + 1 dx = dt എന്നായി. 2x + 1 dx = dt. ഇവിടുന്ന് 2 പുറത്തെടുത്താൽ 2x + 1 ഉണ്ടാവും. 4x + 2 2 പോയാൽ പിന്നെ 2 കൂടെ പുറത്താൽ 2x + 1 എന്ന് വരും. ഒരു 2 പിന്നെ 2x + 1 പിന്നെ റൂട്ട് ഓഫ് x² + x + 1. ഈ 2x + 1നെ സൈഡിലേക്ക് ആക്കിയാൽ റൂട്ട് ഓഫ് x² + x + 1 × 2x + 1 dx. ഈ 2x + 1 dx dt ആണ്. ഇത് dt ആണ്. ഇത് റൂട്ട് ടി ആണ്. ഇത് x² + x + 1 t ആണ്. ഇപ്പോൾ 2 × ഇൻ്റഗ്രൽ റൂട്ട് ടി dt എന്നായി. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താം. അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത് റൂട്ടിനുള്ളിലുള്ള x² + x + 1 ടീന്ന് പുട്ട് ചെയ്ത് ഡിഫറൻസിയേഷൻ നടത്തിയപ്പോൾ 2x + 1 dx = dt എന്ന് എഴുതി. പിന്നെ നമ്മൾ ഇവിടുന്ന് 2 പുറത്തെടുത്തിട്ടുണ്ട്. ആ 2 പുറത്തെടുക്കുമ്പോൾ 2x + 1 വരും. ആ 2x + 1 dx എടുത്തെടുത്ത് ചെയ്ത് അപ്പോൾ 2x + 1 dx ആയി. ആ 2x + 1 dx dt എന്ന് കൊടുക്കുക. അത് ടി ആണ്. x² + x + 1 ടി എന്നാണ് പുട്ട് ചെയ്ത്. അത് റൂട്ട് ടി എന്നായി. റൂട്ട് ടി dt. ഒരു 2 × റൂട്ട് ടി dt എന്നാണ് കിട്ടി. = 2 × ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ടി എന്ന് പറഞ്ഞാൽ t⁻⁴ എന്നാണ്. 2 × ഇൻ്റഗ്രൽ t⁻⁴ dt. റൂട്ട് ടീനെ t⁻⁴ എന്ന് എഴുതി. പിന്നെ t⁻⁴ ഇൻ്റഗ്രൽ 1/2 + 1 കൂട്ടണമല്ലോ. 1/2 1 കൂട്ടിയാൽ 3/2 അല്ലേ.
3/2 1/2 1 കൂട്ടിയാൽ 3/2 2 ഇൻറ്റു ടി റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി ഉണ്ടാവും. അത് 4/3 എന്നാവും. 4/3 ഇൻറ്റു പിന്നെ ടി റേഷ്യോ 3/2 2 മോളിൽ കയറുക. ഈ 2 മോളിൽ കയറുമ്പോൾ 2 ഇൻറ്റു 4 ആവും. 4/3 ടി റേഷ്യോ 3/2 പ്ലസ് സി. ഏതാ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്താൽ 4/3 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ x² പ്ലസ് x പ്ലസ് 1 അതിൻ്റെ റേഷ്യോ 3/2 പിന്നെ ഒരു സിയും. അപ്പോൾ 4/3 ഇൻറ്റു x² പ്ലസ് x പ്ലസ് 1 റേഷ്യോ 3/2 പ്ലസ് സി. റൂട്ട് ടീനെ ടി റേഷ്യോ 1/2 എന്ന് എഴുതുക. ടി റേഷ്യോ 1/2ൻ്റെ ഇൻ്റഗ്രൽ 1/2 ഒന്ന് കൂട്ടുമ്പോൾ 3/2 ആയതുകൊണ്ട് ടി റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി എന്ന് എഴുതുക. ഈ 2 മുകളിലെത്തിയിട്ട് 2 ഇൻറ്റു 2 എന്നാവും. 4 അടിയിൽ 3 4/3 ഇൻറ്റു ടി റേഷ്യോ 3/2 പ്ലസ് സി എന്ന് എഴുതുക. പിന്നെ അവസാനം ടീൻ്റെ വില x² പ്ലസ് x പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/3 ഇൻറ്റു x² പ്ലസ് x പ്ലസ് 1 റേഷ്യോ 3/2 പ്ലസ് സി. റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേഷ്യോ 1/2 ആണ്. ടി റേഷ്യോ 1/2 ഇൻ്റഗ്രൽ 1/2 ഒന്ന് കൂട്ടണമല്ലോ. അപ്പോൾ 1/2 ഒന്ന് കൂട്ടാൻ അറിയണം. അപ്പോൾ 3/2 എന്നാണ്. അപ്പോൾ ടി റേഷ്യോ 3/2 ഡിവൈഡ് ബൈ 3/2 പ്ലസ് സി. പിന്നെ ടീൻ്റെ വിലയും കൂടെ കൊടുക്കുക. ഒറ്റ ക്വസ്റ്റ്യനോട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 85. ക്വസ്റ്റ്യൻ നമ്പർ 85 കൂടി ചെയ്യാം. Question number 85. Integral of x² divided by 2 plus 3x cube raised to 3 dx. Integral x² divided by 2 plus 3x cube whole cube. 2 plus 3x cube whole cube is equal to dx. എന്നാൽ നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള 2 പ്ലസ് 3x ക്യൂബിന് ടി എന്ന് കൊടുക്കുക. അതിന് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 2ൻ്റെ 0 ആണോ പ്ലസ് 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ 3x ഡെറിവേറ്റീവ് ആണ് 3x² dx dt. അപ്പോൾ 0 പ്ലസ് 9x² dx dt. അപ്പോൾ 9x² dx ഈക്വൽ dt. അപ്പോൾ x² dx is equal to dt divided by 9. അപ്പോൾ ഇവിടെ x² dxന് പകരം നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ x² dxന് പകരം dt by 9 എഴുതാം. ബൈ ഈ 2x പ്ലസ് 3x കിട്ടിയല്ലോ. അത് ടി ക്യൂബ് എന്നുണ്ടാവും. dt by 9 പിന്നെ ഒരു ഡിവൈഡ് ബൈ ടി ക്യൂബ്. ഇത് ടി ആണ്. ഇപ്പോൾ ടി ക്യൂബ് ഉണ്ട്. 1/9 പുറത്തെടുത്താൽ 1/9 ഇൻ്റഗ്രൽ dt by ടി ക്യൂബ്. അത് ടി ക്യൂബിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ ടി റേഷ്യോ -3 ഉണ്ടാവും. അങ്ങനെ ചെയ്യാം. ഒന്നുകൂടെ നോക്കാം. ക്വസ്റ്റ്യൻ x² ഡിവൈഡ് ബൈ 2 പ്ലസ് 3x ക്യൂബ് ഹോൾ ക്യൂബ് dx. ഡിനോമിനേറ്ററിലുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള 2 പ്ലസ് 3x ക്യൂബിന് ടി എന്ന് കൊടുക്കാം. അതിന് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. 3 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². ഇപ്പോൾ 3 ഇൻറ്റു 3x² dx ഈക്വൽ dt. 3 ഇൻറ്റു 3x 9x². 0 പ്ലസ് 9x² അല്ലെങ്കിൽ 9x² dx ഈക്വൽ dt എന്നായി. 9x² dx ഈക്വൽ dt എന്ന് പറഞ്ഞാൽ x² dx ഈക്വൽ dt ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. dt by 9. x² dxന് പകരം dt by 9 കൊടുക്കും. ഈ x² dxന് പകരം dt by 9 ഡിവൈഡ് ബൈ 2 പ്ലസ് 3x ക്യൂബ് ടി ആണ്. ടി ക്യൂബ് ഉണ്ടാവും. dt by 3 ഡിവൈഡ് ബൈ ടി ക്യൂബ്. 1/9 പുറത്തെത്താൽ dt by ടി ക്യൂബ് ഉണ്ടാവും. അപ്പോൾ 2 പ്ലസ് 3x ക്യൂബിന് ടി എന്ന് പുട്ട് ചെയ്യുക. അങ്ങനെ പുട്ടിയ ശേഷം ഡെറിവേറ്റീവ് കാണുമ്പോൾ 2ൻ്റെ 0 ആണ്. 3 കോൺസ്റ്റൻ്റ് ആണ്. ഒരു കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് വന്നെങ്കിലേ 0 ആവുള്ളൂ. ഇവിടെ 3 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². അപ്പോൾ 3 ഇൻറ്റു 3x². 9x² dx ഈക്വൽ dt ആയി. പിന്നെ x² dx ഈക്വൽ dt by 9. അതിവിടെ കൊടുത്താൽ dt by 9 ബൈ ടി ക്യൂബ്. 1/9 പുറത്തെടുത്താൽ 1/9 ഇൻറ്റു dt by ടി ക്യൂബ് ഈക്വൽ 1/9 ഇൻറ്റു ടി റേസ് ടു -3 dt. കാരണം ഡിനോമിനേറ്ററിൽ ടി റേസ് 3 അല്ലെങ്കിൽ ടി ക്യൂബ് മുകളിലെത്തുമ്പോൾ ടി റേസ് -3 എന്നാവും.
പിന്നെ ടി റേസ് മൈനസ് 3 ഇൻ്റഗ്രൽ മൈനസ് 3 1 കൂട്ടണമല്ലോ. മൈനസ് 3 1 കൂട്ടി എത്ര വരിക? -2 അല്ലേ വരിക? ടി റേസ് മൈനസ് 3 ഇൻ്റഗ്രൽ ടി റേസ് മൈനസ് 3 + 1 ആണ്. മൈനസ് 3 1 കൂട്ടിയാൽ -2 എന്നുണ്ടാവും. 1/9 ഇൻറ്റു ടി റേസ് ടു -2 ഡിവൈഡ് ബൈ -2 പ്ലസ് സി ഉണ്ടാവും. 1/9 ഇൻറ്റു ടി റേസ് -2 ഡിവൈഡ് ബൈ -2 പ്ലസ് സി സീകളിലും -1/18 ഇൻറ്റു ടി റേസ് ടു -2 പ്ലസ് സി സീകളിൽ -1/18 ഇൻറ്റു ടി എത്ര? ടി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പുട്ട് ചെയ്തത് 2 + 3x³ എന്നാണ് റേസ് ടു -2 പ്ലസ് സി. അപ്പോൾ -1/18 ഇൻറ്റു 2 + 3x³ റേസ് ടു -2 പ്ലസ് സി. അതാണ് ഡിനോമിനേറ്ററിൽ കൊണ്ടുവരിക ചെയ്യട്ടെ. വേണമെങ്കിൽ പിന്നെ ഡിനോമിനേറ്റർ കൊണ്ടുപോകേണ്ട -1/18 ഇൻറ്റു 1/2 + 3x³ റേസ് ടു 2 എന്നുണ്ടാവും. -2 അല്ല, അടി ചെയ്തപ്പോൾ പ്ലസ് റേസ് ടു 2 പ്ലസ് സി. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. -1/18 ഇൻറ്റു 1/2 + 3x³ ഹോൾ സ്ക്വയർ പ്ലസ് സി എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇവിടെ 2 + 3x³ പുട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ 2 × 0 ആണ്. 3 × 3x². ഇപ്പോൾ -x² ഉണ്ടാവും. -x² dx dt എന്നുണ്ടാവും. പിന്നെ x² dx dt/9 അങ്ങനെയാണ് dt/9 വന്നത്. x² dx dt/9 അത് മായ്ച്ചതാണ്. x² dx dt/9 എഴുതുക. ഡിവൈഡ് ബൈ ഇത് ടി ആണ്. ഇപ്പോൾ t³ dt/9/t³ എന്നുണ്ടാവും. 1/9 പുറത്താൽ dt/t³ എന്നുണ്ടാവും. dt/t³ എന്ന് പറഞ്ഞാൽ t³ മുകളിലെത്തുമ്പോൾ ടി റേസ് -3 ഉണ്ടാവും. 1/9 ഇൻ്റഗ്രൽ ടി റേസ് -3 dt എന്നായി. ടി റേസ് -3 ഇൻ്റഗ്രൽ x³ x⁴/4 വരെ 1 കൂട്ടണം. അതുപോലെ -3 1 കൂട്ടണം. -3 1 കൂട്ടിയാൽ -2 ഇതാണ്. അപ്പോൾ 1/9 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആയ 1/9 ഇൻറ്റു ടി റേസ് ടു -2 ഡിവൈഡ് ബൈ -2 പ്ലസ് സി എന്ന് എഴുതാം. ഇനി ടീനെ വരെ കൊടുത്തു വിളിച്ചാൽ മതി. ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ആവശ്യമൊന്നുമില്ല. ഏതായാലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ 9 × 18 -1/18 ടി റേസ് -2 ഉണ്ടാവും. എന്നിട്ട് ടീൻ്റെ വില 2 + 3x³ ആയതുകൊണ്ട് -1/18 ഇൻറ്റു 2 + 3x³ റേസ് ടു -2 പ്ലസ് സി അത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ താഴെ കൊണ്ടുപോകുന്നത് -2 അല്ലേ, താഴെ കൊണ്ടുപോകുമ്പോൾ ഹോൾ സ്ക്വയർ ആവും. അങ്ങനെ എഴുതാം. അപ്പം തുടക്കത്തിലാണ് ഇൻ്റഗ്രേഷൻ്റെ, അതുകൊണ്ട് തന്നെ പരമാവധി എഴുതി പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനം പറയുന്നത് ഒരു പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. തുടക്കമാണ് വിചാരിച്ച് എഴുതി പഠിക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ബുദ്ധിമുട്ടും. അതുകൊണ്ട് നല്ലോണം എഴുതി പഠിക്കുക. ഓരോ പ്രോബ്ലം എടുത്തിട്ട് എഴുതി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഴയ പേപ്പർ എടുത്തിട്ട് അങ്ങനെ എഴുതി പഠിച്ച് ക്ലിയറായി പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. ഓക്കെ.